അതായത് ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന് വേണമെങ്കിൽ RSSനെയും ജമാഅത്ത് ഇസ്ലാമിനെയൊക്കെ നമുക്ക് രണ്ടുപേരും ഉന്നയിക്കുന്നത് മതവാദവും മതരാഷ്ട്രവാദവും കാര്യങ്ങളൊക്കെയാണ്. രാഷ്ട്രത്തിന് വേണ്ടിയുള്ള അതിലൊരു ചെറിയ ചേഞ്ച് ഉള്ളത് പറയാം. അതായത് RSSന്റെ പ്രിൻസിപ്പിളിൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഓൾറെഡി ആണ്, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതില്ല എന്ന് RSSന്റെ നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി. ഈസ് ഓൾറെഡി ഹിന്ദു രാഷ്ട്രം. പക്ഷെ അങ്ങനെയല്ലോ, നമ്മുടെ മതേതരത്വ ജനാധിപത്യ രാജ്യമല്ലേ ഇരിക്കുന്നത്. ആ ഹിന്ദു എന്ന് പറയുന്ന ഇവിടുത്തെ കൾച്ചറാണ്. ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരേ സമയം മതവുമാണ് സംസ്കാരവും. പക്ഷേ അതിനുള്ള ഫലമായുള്ള ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു ലാർജർ അംബ്രല്ലയുടെ ഉള്ളിലേക്ക് സിഖ് വരാറുണ്ട്, ജൈൻ വരാറുണ്ട്, ബുദ്ധിസ്റ്റ് വരാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം വരുന്ന സമയത്ത് ബൈ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോലും മറ്റുള്ള മതങ്ങളെ കൂടി ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത അത് ഈ ലാൻഡിൽ ഉണ്ടായ സംഭവങ്ങളാണ്. ക്രിസ്ത്യൻ പുറത്തുനിന്ന് വന്നതാണ്, ഇസ്ലാം പുറത്തുനിന്ന് വായി തോന്നുന്ന തോന്നിവാസം വിളിച്ച് പറയുന്നതാണോ യഥാർത്ഥ ചരിത്രം? ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യവംശം ഏതാണ്? അതായത് ആഫ്രിക്കയിൽ നിന്ന് പലായനം ചെയ്യുന്ന ഹോമോ സാപ്പിയൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യവംശം എന്ന് വെച്ച് ഇന്ത്യ നമ്മൾ ആഫ്രിക്കക്കാർക്ക് കൊടുക്കണോ? അതായത് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആഫ്രിക്കയിൽ ഇവർ ഉണ്ടായിരുന്നത്. 80,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നീട് അധിനിവേശ ശക്തികളിൽ നിന്നും അക്രമകാരികളിൽ നിന്നും അവര് രക്ഷപ്പെട്ട് ഓടി വന്ന ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. അങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിൽ ദ്രാവിഡ വംശം ഉണ്ടായി വരുന്നത്. അവര് ദൈവമായി കണ്ടത് പ്രകൃതിയായിരുന്നു. പിന്നീട് ഇവിടെ ഉണ്ടാകുന്നതാണ് ജൈന മതങ്ങളും ബുദ്ധമതങ്ങളെല്ലാം. ഇവര് തികച്ചും സമാധാനവാദികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ തീവ്രവാദികൾ അവരെ അടിച്ചമർത്തി. അപ്പൊ നമ്മൾ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കുക, ഇവന്റെയൊക്കെ അപ്പന്റെ ആസനത്തിൽ ഉണ്ടായതാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് അവകാശപ്പെടുന്നതിൽ എന്ത് കാര്യമുണ്ട്? അധിനിവേശ ശക്തികളായ ആര്യന്മാര് നമ്മുടെ ജനങ്ങൾക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഹിന്ദു എന്ന് പറയുന്ന മതം ഉണ്ടാക്കിയത്. ഇവിടെയുള്ള ദ്രാവിഡരും ജൈന മതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ദൈവങ്ങളുടെ കൂടെ ഇവന്മാരെ ആര്യ ദൈവങ്ങളെ, ശ്രേഷ്ഠരായിട്ടുള്ള ദൈവങ്ങളെ അടിച്ചേൽപ്പിക്കുമായിരുന്നു. ഇവരായിട്ട് ഇഴുകി ചേർപ്പിക്കുമായിരുന്നത് മനസ്സിലാക്കുക. കാട്ടുജാതിക്കാരായിട്ടുള്ള ദൈവങ്ങൾക്ക് മേലെ ശ്രേഷ്ഠരായിട്ടുള്ള ദൈവങ്ങൾ ആധിപത്യം സ്ഥാപിച്ചാൽ ഇവിടെയുള്ള മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ അവര് ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം ഉണ്ടാക്കി അതിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനവും കൊടുത്തു. മനസ്സിലാക്കുക, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിയമം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത് നമ്മുടെ ജനങ്ങൾ തന്നെയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണ്ടേ? ഈ പൊട്ട മത തീവ്രവാദികളെ വിശ്വസിക്കല്. ഇവര് നമ്മളെ പരസ്പരം കൊന്ന് കൊല വിളിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിവരം കേട്ട ജന്തുക്കളെ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നാളെ ഓംബ്രാന്നും പറഞ്ഞ് കുനിഞ്ഞ് നിൽക്കേണ്ടവരും നമ്മൾ. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരുത്തനും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. ഒരുത്തന്റെയും തന്തയുടെ വകയല്ല ഇന്ത്യ. കിഴങ്ങന്മാർക്ക് ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിലല്ലേ, അതിനുള്ള ബോധമില്ല ഇവന്മാർക്ക്. പട്ടിക്കുണ്ടായവന്മാരാണ് ഇവന്മാര്. പട്ടിക്കുണ്ടായ ബോധവുമാർക്കില്ല. മനുഷ്യന് മനുഷ്യന്റെ വില കൽപ്പിക്കാത്ത വെറും ക്ഷുദ്ര ജീവികളാണ്.